നമുക്കറിയാം ദുരന്തറിന്റെ ആദ്യ സിനിമ അത് വൻ ഹിറ്റായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളെമ്പാടും സ്വീകരിച്ച ഒരു സിനിമയാണ് ദുരന്തർ. പാകിസ്ഥാനിൽ പോലും ഒരു പാക് വിരുദ്ധ സിനിമയായിട്ട് പാകിസ്ഥാനിൽ പോലും വലിയ സ്വീകരണം ആ പടത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വ്യാജ സീഡികളൊക്കെ ലക്ഷക്കണക്കിനാണ് പാകിസ്ഥാനിൽ വിറ്റഴിഞ്ഞത് എന്നാണ് വന്ന വാർത്ത. ഈ 1400 കോടിയോളം രൂപ ലോകത്തെമ്പാടും കളക്ട് ചെയ്ത ഒരു സിനിമ കൂടിയാണ് ദുരന്തർ എന്നത് ഓർക്കണം. ഇപ്പോൾ വരുന്നൊരു വാർത്തകളിലൊന്ന് സംവിധായകൻ ആദിത്യ ധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ B62 സ്റ്റുഡിയോസിനെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ ഈ ദുരന്തർ 2 എന്ന പടത്തിൻ്റെ റിലീസ് വൈകുമോ എന്ന ആശങ്ക ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഈ സെറ്റിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ നടന്നതിനെ തുടർന്നാണ് BMC ഇതുമായി ബന്ധപ്പെട്ട കരിമ്പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ തൊഴിലാളികളുടെ ജീവനും സുരക്ഷയ്ക്കും മറ്റും പ്രാധാന്യം നൽകണമെന്നുള്ള നിബന്ധനയുണ്ട് ഇത്തരം സെറ്റുകളിൽ. അതായത് കരിമരുന്നുകൾ, അതിൻ്റെയൊക്കെ ഒറിജിനൽ രൂപങ്ങൾ, പടക്കങ്ങളൊന്നും അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആവശ്യം. പക്ഷേ ഈ മുംബൈയിൽ ഫെബ്രുവരി 14 മുംബൈയിലെ ഹെറിറ്റേജ് ഏരിയയായ ഫോർട്ടിൽ നടന്ന ചിത്രീകരണത്തിനിടെ വിവാദമായ സംഭവങ്ങൾ ഉണ്ടാവുകയായിരുന്നു. തീപിടുത്തത്തിന് സാധ്യതയുള്ള ദൃശ്യങ്ങൾ VFX വഴി മാത്രമേ നിർമ്മിക്കാവൂ എന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയ ശേഷം തീപ്പന്തങ്ങളും മറ്റ് കത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ചതായി BMC അതായത് ബ്രിഹൻ മുംബൈ കോർപ്പറേഷൻ കണ്ടെത്തുകയാണ്. തുടർന്നാണ് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തുകയും മറ്റും ചെയ്തത്. അത് സിനിമയുടെ റിലീസിന് വിഘാതമാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, നമുക്കറിയാം ദുരന്തർ എന്നുള്ള സിനിമ ആരാധകർ, പ്രേക്ഷക ലക്ഷങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അത് ദുരന്തർ 1 വലിയ ആകാംക്ഷകൾ ബാക്കി വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരം ചില വാർത്തകൾ വരുന്നത്. റിലീസ് വൈകാനിടയുണ്ടോ? രഞ്ജിത്ത്, സംവിധായകൻ ആദിത്യ ധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് B62 സ്റ്റുഡിയോസ്. കമ്പനിയെ ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയതാണ് ആശങ്കയ്ക്ക് കാരണം. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. തീപിടുത്തത്തിന് സാധ്യതയുള്ള ദൃശ്യങ്ങൾ VFX വഴി നിർമ്മിക്കുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയ ശേഷം ഇത് മാറ്റി സെറ്റിൽ തീപ്പന്തങ്ങളും മറ്റ് കത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി. ഒപ്പം തന്നെ അനുമതിയില്ലാതെ കെട്ടിടത്തിന് മുകളിൽ ഷൂട്ടിംഗ് നടത്തിയതായും ജനറേറ്റർ വാനുകൾ അനധികൃതമായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തി. നിർമ്മാതാക്കൾക്ക് ഈ സംഭവത്തിന് മേൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ വിനയായത്. ഇതിനു പിന്നാലെ ദുരന്തർ 2ൻ്റെ സെറ്റിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ നടന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ദുരന്തർ 2ൻ്റെ സെറ്റിൽ ഈ പ്രശ്നങ്ങളിൽ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. തൊഴിലാളികളുടെ ജീവനും സുരക്ഷയും പണയപ്പെടുത്തിക്കൊണ്ടുള്ള വീഴ്ചകൾ അംഗീകരിക്കാനാകില്ലെന്നാണ് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട്. നിയമങ്ങൾ ലംഘിക്കുന്ന നിർമ്മാണ കമ്പനികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 14 മുംബൈയിലെ ഹെറിറ്റേജ് ഏരിയയായ ഫോർട്ടിൽ നടന്ന ചിത്രീകരണത്തിനിടെ ഇത്തരം വിവാദമായ സംഭവങ്ങൾ ഉണ്ടായത്. തൊഴിലാളികളുടെ ജീവൻ വെച്ച് കളിക്കുന്നവർ ഇതിന് ഉത്തരം പറയണമെന്നും ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്നുമാണ് സിനി വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. പ്രശ്നങ്ങൾക്കിടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അടുത്ത മാസം ദുരന്തർ 2 തിയേറ്ററിൽ എത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതാണ് സാഹചര്യം. ഏതായാലും ദുരന്തർ 2 തിയേറ്ററിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് വന്നില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വലിയ നിരാശയാകും. അത്രത്തോളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഇതിനിടയിലാണ് ഈ പ്രൊഡക്ഷൻ ഹൗസിനെ, ആദിത്യ ധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പശ്ചാത്തലം വന്നിരിക്കുന്നത്. ആ പ്രൊഡക്ഷൻ ഹൗസ് കരിമ്പട്ടികയിൽ വന്ന റിലീസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇത് ഒക്കെ അതിജീവിച്ച് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.